നിന്റെ സ്പീച്ച് നിന്റെ ക്യാപ്ഷൻ കാരണം എനിക്ക് വല്ല ട്രോളും കിട്ടിയ ആക്ഷൻ മലയാളികളൊക്കെ മറന്നു എന്നൊക്കെ പറയണത്. ഇതൊക്കെ നീ എന്റെ എന്തെങ്കിലും കിട്ടാനുള്ള നിന്റെ അല്ലല്ല അത്രയ്ക്ക് ആൾക്കാർക്ക് ഹാപ്പിനെസ് ആണ് ആ സ്പീച്ച് വൈറലായതിന്റെ ശേഷം. അടിപൊളി. നമുക്ക് നടന്ന ചേട്ടനൊക്കെ വിളിച്ചിരുന്നു, അജു വർഗീസ് ചേട്ടനൊക്കെ വിളിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുള്ളി പോസ്റ്റ് ഒക്കെ അതേപോലെ മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മൂമെന്റ് ഉണ്ടായോ? എല്ലാം ഇപ്പൊ എനിക്ക് കിട്ടുന്ന മെസ്സേജുകളാണെങ്കിൽ ശരി, ഇത്രയും ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷമുണ്ട്. നല്ല നല്ല പടം ചെയ്യണമെന്നുള്ള റെസ്പോൺസിബിലിറ്റിയും അയ്യോ അത് ഭയങ്കര. ഞാൻ വിനീതേട്ടൻ ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഐ മീൻ എനിക്ക് ഡയറക്റ്റ് ആയിട്ടില്ല, ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചു. ഞാൻ വിനീതേട്ടൻ എനിക്ക് പ്രോപ്പർ നേരിട്ട് തീരാ സമയത്ത് പ്രീമിയർ എന്തോ നടന്നപ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ. പക്ഷെ അതെനിക്ക് ഭയങ്കര ഹൈ ആയിരുന്നു. ജോമോൻ ചേട്ടൻ നമ്മുടെ പേര് സജസ്റ്റ് ചെയ്യുക, വിനീതേട്ടൻ അത് സ്റ്റോറി കിട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹൈ ആയിരുന്നു. അതെ, കാരണം അദ്ദേഹത്തിനും ഓക്കെ ഇവൻ അഭിനയിക്കുന്നുണ്ടെന്നുള്ള കാര്യമായിട്ട് അറിഞ്ഞതിന്റെ ഒരുപാട് സന്തോഷം. വിജയായിട്ടുള്ള ബന്ധം എങ്ങനെ ഇടാപ്പോടാന്നുള്ള ലെവലിലുള്ള കുറെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഒരു അനിയനെ പോലെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പോസ്റ്റുകൾ, എന്റെ കാര്യങ്ങളൊക്കെ പുള്ളി ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഹാപ്പിയാണ്. അടുത്ത പടം ഉടനെ പറയടാ. ഞാൻ തെലുങ്കിലാണോ അതോ മലയാളത്തിലാണോ? എല്ലാത്തിനും ചെയ്യണമെന്നാണ് ആഗ്രഹം. പിടിക്കും ഒരു അടിപൊളി പരിപാടി. എനിക്ക് പേടിയാ. എടാ ഇറങ്ങിയത് പുള്ളി ഇറങ്ങിയടാ. ദേവരെ കൊണ്ടുവരണം. വിജയ് ദേവരക്കൊണ്ടില്ല റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ട് പറയാ? നല്ല റിലേഷൻഷിപ്പ് ഇതുവരെ നന്നായിട്ട് പോകുന്നു. അല്ല പിന്നെ വയറിലെ സ്പീച്ച് കഴിഞ്ഞ ക്രഷിന്റെ എണ്ണം കൂടിയിട്ടുണ്ടാവുമല്ലോ എന്ന് തോന്നുന്നു. എത്ര കുറെ മെസ്സേജ് ഒന്നുമില്ല, ഹ്യൂജ് ആയിട്ട് കുറെ ഒരു മെസ്സേജ് ഒന്നും ഉണ്ടാവൂലേ? കാരണം എത്രയധികം റീൽസ് ആണ് മില്യൺസ് പോയിട്ടുള്ളത്. അല്ല അത് ഞങ്ങൾ ഡെയിലി ഇത് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ്. ഭാഗ്യത്തിന് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്റെ ഭാഗ്യം അത്. എനിക്ക് ഈ സമയത്തിനെല്ലാം ഒത്തു വന്നു എന്നുള്ള എന്റെ ഭാഗ്യമാണ്. ഇത് കാരണം നിറയെ നല്ല പടങ്ങൾ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഡിസ്കഷൻ നടക്കുന്നുണ്ടോ പാൻ ഇന്ത്യൻ പടങ്ങൾ? ഉദ്ദേശിച്ച വിജയ് ദേവരക്കൊണ്ട, വിജയ് സേതുപതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ജെന്യുവിനായിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ പാൻ ഇന്ത്യൻ പടമൊന്നുമില്ലടാ. എനിക്ക് ഭാഗ്യത്തിന് വരുന്നതൊക്കെ ഒരു ഹീറോ പരിപാടികളൊക്കെയാണ്. അപ്പം അതിങ്ങനെ നല്ലൊരു പരിപാടി പിച്ച് ചെയ്ത് ഒരു നമ്മളെ വെച്ച് ആരെങ്കിലും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു അങ്ങനത്തെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കി എടുക്കണമെന്നുള്ള ഒരു എയിമാണ്. ഓക്കെ താങ്ക് യു കുട്ടാ. സിംഗിളാണോ? മനസ്സിലായോ ഇതെന്നെ ചോദിക്കുന്നത്? പോട്ടെ.